ഹലോ അസ്സലാമു അലൈക്കും. ഇത് നനച്ചുകുളിയുടെ ഒരു ഷോർട്സാണ് കേട്ടോ. ലോങ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നോമ്പൊക്കെ ആയില്ലേ, അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ആകെ ചെളി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെങ്ങനെ തുടച്ചാലും അത് മാറില്ല. കുറച്ച് കാലമായി ഇവിടെ പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീട് റെയിൽവേക്കാരെടുക്കുക എന്ന് പറയുന്ന കാരണം നമ്മളെ വീട് മിൽക്ക് അങ്ങനെ പൈസ ഒന്നും ഇറക്കണില്ല. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് അടിച്ചു. അപ്പോൾ അതിന് ജലദോഷമൊക്കെ കിട്ടിയിട്ടാ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വൃത്തിയാക്കിയിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം കിട്ടി. പിന്നെ ഒരാളെ നിർത്തിയിട്ട് ചെയ്യിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അവർ വന്നാൽ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ടൊക്കെ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതിലേറ്റവും നല്ലതാണല്ലോ, നമുക്ക് പറ്റാവുന്ന പോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നല്ല കേട്ടോ, 2-3 ദിവസം കൊണ്ടാണ് എല്ലാം വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ അതിനുമേലത്തെ ചെളികളൊക്കെ ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട്. പിന്നെ ജനലിൽ ഞാനിങ്ങനെ കഴുകാറ് തന്നെ കേട്ടോ ഉള്ളത്. ജനലിൽ ഇതുവരെയായിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പറ്റണ പോലെ തന്നെ നമ്മൾ ഓരോന്നൊക്കെ ചെയ്താൽ അത് ലാസ്റ്റ് കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ അൽഹംദുലില്ലാ ഈ വർഷത്തെ എല്ലാ വൃത്തിയാക്കലും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ പോയി കാണുക. അപ്പോൾ നിങ്ങളെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. ഇനി നോമ്പിൻ്റെ ഒരുക്കങ്ങളാണല്ലേ. ബറാത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നനച്ചുളിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള പണികൾക്ക് വേണ്ടിയിട്ട് ഇരിക്കാവൂലേ. അപ്പോൾ ഫ്രിഡ്ജും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. ഇനി നോമ്പിൻ്റെ ഒരുക്കങ്ങളാണല്ലേ. അപ്പോൾ എൻ്റെ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഷോർട്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലോങ് വീഡിയോ കൊണ്ടുപോയി കാണണേ.